മംഗല്യഭാഗ്യം പെട്ടെന്നുണ്ടാവാനായിട്ട് ഏത് ക്ഷേത്രങ്ങളിൽ പോകണമെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ചില ആളുകൾക്ക് നല്ല വിവാഹബന്ധം വരാതിരിക്കാം, ചില ആളുകൾക്കാണെങ്കിലോ നല്ല വിവാഹബന്ധമൊക്കെ വരുന്നുണ്ടാകും, പക്ഷെ സമയമാകുമ്പോൾ ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ അതങ്ങ് മുടങ്ങിപ്പോകും. മറ്റു ചില ആളുകൾക്ക് അവരുടെ ജോലിക്കനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് അനുയോജിച്ച അല്ലെങ്കിൽ മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടുകിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. മറ്റു ചില ആൾക്ക് ജാതകദോഷം കൊണ്ടൊക്കെ ആണെങ്കിലും ഈ ഒരു മംഗല്യം നടക്കുന്നത് മാറി മാറി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ ഒരു വിവാഹം മാറി 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 പോകുന്നത്. അപ്പോൾ എന്ത് തടസ്സമായിക്കോട്ടെ അതെല്ലാം മാറ്റി തരാനായിട്ട് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലൊന്ന് പോവുകയും അമ്മയുടെ അടുത്തൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി. നമുക്ക് എത്ര വിഷമം പിടിച്ച പ്രശ്നങ്ങളാണ് ഈ ഒരു വിവാഹ കാര്യത്തിൽ നമ്മൾ നേരിടുന്നതെങ്കിലും അതെല്ലാം മാറ്റി നമുക്ക് അനുയോജ്യമായിട്ടുള്ള, നമ്മുടെ കുടുംബത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹബന്ധം കൊണ്ടുതരാനായിട്ട് ഈ ഭഗവതിക്ക് തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ആറ്റുകാൽ അമ്മയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാവുന്നതാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ആറ്റുകാൽ ഭഗവതിയുടെ അടുത്ത് വന്ന് സ്വന്തം കൈകളാൽ പൊങ്കാലയിട്ട് അമ്മയ്ക്ക് സമർപ്പിച്ച് ആ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് ആ തിരുസന്നിധിയിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയും ആളുകൾ അവിടെ വരുമ്പോൾ അമ്മ ആ ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിച്ച് വിടുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഭക്തരിങ്ങനെ തിക്കും തിരക്കും കൂട്ടുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഓരോ ഭക്തർക്കും അവിടെ വന്ന് പ്രാർത്ഥിക്കുക പോലും വേണ്ട, അമ്മയെ മനസ്സിൽ നിറച്ച് ആ തിരുസന്നിധിയിൽ നിന്നാൽ മതി, നമുക്ക് ആവശ്യമുള്ളതെല്ലാം അമ്മ നമുക്ക് നൽകും. അത്രയ്ക്ക് ചൈതന്യമുള്ള, അത്രയ്ക്ക് അനുഗ്രഹം നൽകുന്ന ഒരു ഭഗവതിയാണ് ആറ്റുകാൽ ഭഗവതി എന്ന് പറയുന്നത്. അപ്പോൾ ആ അമ്മയുടെ തിരുസന്നിധിയിൽ പോയി നമുക്ക് മംഗല്യഭാഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹം എത്രയും പെട്ടെന്ന് നൽകും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെല്ലാം വഴിപാട് ആണ് ഈ ഒരു മംഗല്യഭാഗ്യത്തിന് വേണ്ടിയിട്ട് ആ തിരുനടയിൽ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതുപോലെ മംഗല്യഭാഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേവിക്ക് സാരി സമർപ്പിക്കുക എന്നത് കേട്ടോ. അപ്പോൾ അമ്മയുടെ അടുത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ ഒരു കണക്ക് വെക്കുക, 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമൊക്കെ നമ്മളിങ്ങനെ അതിനകത്ത് നമുക്ക് അമ്മയ്ക്കൊരു സമയം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കി തരണമെന്ന മനസ്സറിഞ്ഞ് അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മേനെ മനസ്സിലേക്ക് നിറച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുശേഷം നമുക്ക് അത് നമ്മുടെ വിവാഹം ആയി എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നമ്മൾ കൊണ്ടുവന്ന് ഈ വഴിപാട് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ചില ആളുകളൊക്കെ ഈ നേർച്ചയൊക്കെ നടത്തിയിട്ട് വിവാഹശേഷം വഴിപാട് കൊണ്ട് സമർപ്പിക്കുന്ന ആളുകളുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് വന്ന് ഈ ഒരു വഴിപാട് സമർപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അമ്മയോട് എങ്ങനെയാണോ പ്രാർത്ഥിച്ചിരിക്കുന്നത്, അമ്മയുടെ അടുത്ത് നമ്മൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതേപടി വേണം നമ്മളവിടെ ചെയ്യുവാനായിട്ട്. അത് നമ്മുടെ ഭക്തരുടെ മനസ്സാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥിച്ച് അതേപടി ആ കാര്യങ്ങൾ നമ്മൾ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കണം. നല്ലൊരു കുടുംബജീവിതം തീർച്ചയായിട്ടും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാരി സമർപ്പണം വളരെ നല്ലതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ സാരി അവിടെ നമ്മൾ സമർപ്പിക്കുന്നത് അമ്മയ്ക്ക് അണിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാരി അവിടെ സമർപ്പിക്കുന്നത്. ഈ ശ്രീകോവിലിന് മുൻവശത്തെ പ്രധാന കവാടത്തിനടുത്തുള്ള ഗോപുരത്തിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ദേവി വിഗ്രഹത്തിൽ അണിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാരി സമർപ്പിക്കുന്നത്. 50 രൂപയും സാരിയും കൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ടത്. ഇത് ബുക്കിംഗ് ആണ് കേട്ടോ. രാവിലെ 5 മണി മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് അമ്മയെ സാരി മാറ്റി അണിയിക്കും. അവസാനം ഉടുക്കുന്ന സാരി അടുത്ത ദിവസം രാവിലെയാണ് മാറുന്നത്. അപ്പോൾ ഈ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഈ സാരി വഴിപാടായിട്ട് കൊടുക്കുന്നത് അമ്മയെ അണിയിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയുള്ള ആ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹം നമ്മളിലേക്ക് നിറച്ച് നൽകുന്ന ആ ഒരു അമ്മയ്ക്ക് അണിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാരി കൊടുക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, അതിൻ്റെ ആ ഒരു ഗുണം എത്ര വലുതായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു വഴിപാട് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു മംഗല്യഭാഗ്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാന വഴിപാടാണ് താലി സമർപ്പണം. അപ്പോൾ ചില ആളുകളൊക്കെ ഈ ഒരു സാരിയുടെ കൂട്ടത്തിൽ താലിയും കൂടെ സമർപ്പിച്ചേക്കാന്നൊക്കെ നേരുന്നവരുണ്ട്. അതും വളരെ നല്ലതാണ് കേട്ടോ, താലി സമർപ്പണവും. അതുപോലെ തന്നെ ഈ സാരി കൊടുക്കുമ്പോൾ ചുമന്ന പട്ടുസാരിയാണ് കേട്ടോ അവിടെ ഉടുപ്പിക്കുന്നത് അമ്മയ്ക്ക്. അപ്പോൾ ആ ചുമന്ന പട്ടുസാരിയാണ് നമ്മളവിടെ കൊടുക്കേണ്ടത് കേട്ടോ.
അപ്പോൾ ഈ ചുമന്ന പട്ടുസാരിയും സ്വർണ്ണത്താലിയും കൂടി അവിടെ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അമ്മയുടെ. അപ്പോൾ അതും നമുക്ക് ഈ ഒരു മംഗല്യഭാഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെയൊക്കെ ഇത് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകളും അതുപോലെ തന്നെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തൊടാൻ വരുന്ന ആൾക്കാരായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫലസ്ഥിതി കേട്ടറിഞ്ഞ് മറ്റുള്ള ഭക്തരിലേക്കും കൂടെ എത്തി വഴിപാട് ധാരാളമായിട്ടാണ് ക്ഷേത്രത്തിൽ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്കെല്ലാം അമ്മ ഇങ്ങനെ അനുഗ്രഹം കൊടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കേട്ടറിഞ്ഞ് ഓരോ ഭക്തരും അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നിരവധി ഭക്തർ അവിടെ ആ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരാനുണ്ട്. പിന്നെ നമുക്കതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത് ദേവി അണിയിച്ച ശേഷം ഈ സാരികളൊക്കെ ഈ ദേവസ്വം ബോർഡ് ലേലം ചെയ്ത് നൽകുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടുന്ന് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇത് വാങ്ങിക്കാവുന്നതാണ്. വാങ്ങിച്ച് നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ്. അതെന്ന് പറയുന്നത് വളരെ വളരെ ഭാഗ്യം ചെയ്ത ഒരു കാര്യമാണ്. നമ്മുടെ അമ്മയെ അണിയിച്ച ആ സാരി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറിയിൽ വെക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ 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 ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിയുന്ന ആളുകൾക്ക് ഈ ഒരു സാരി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലും കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അമ്മയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അമ്മയുടെ ആ ഒരു എന്താ പറയുക വിശേഷപ്പെട്ട വഴിപാടിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അറിയാലോ ആറ്റുകാലമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. തീർച്ചയായിട്ടും മംഗല്യം നടക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അമ്മയുടെ തിരുസന്നിധിയിൽ ചെന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയ്ക്കുള്ള വഴിപാടുകൾ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മംഗല്യം നമ്മളെ തേടി വരികയും നമുക്ക് ദീർഘസുമംഗലിയായിട്ട് നമുക്ക് ജീവിക്കാനും ഒക്കെ സാധിക്കും. അതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പോൾ ആറ്റുകാലമ്മ എല്ലാ ആളുകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.